കേന്ദ്ര സർക്കാരിന്റെ കർഷക തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി സംയുക്ത കിസാൻ മോർച്ചയും ട്രേഡ് യൂണിയനുകളും ജയിൽ നിരക്കൽ സമരത്തിന്റെ ഭാഗമായി കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ ഉപരോധ സമരം കിസാൻ സഭ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഇ.പി. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ അമേരിക്കൻ കോർപ്പറേറ്റ് താൽപര്യങ്ങളാണ് സംരക്ഷിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇറക്കുമതി തീരുവ ഒഴിവാക്കിയും രാസവള വിതരണം കോർപ്പറേറ്റുകൾക്ക് നൽകിയും കേന്ദ്ര സർക്കാർ ഇന്ത്യൻ കാർഷിക മേഖലയെ തകർച്ചയിലേക്ക് തള്ളിയിടുകയാണെന്ന് ഇ.പി. ജയരാജൻ ആരോപിച്ചു. അയോധ്യയിൽ ക്ഷേത്രക്കൊള്ള നടക്കുമ്പോൾ മിണ്ടാതിരുന്നവരാണ് ഇപ്പോൾ മറ്റു വിഷയങ്ങൾ സംസാരിക്കുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു. ഇങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുക, ഇവിടെ തന്നെ പ്രവർത്തിക്കുന്ന കേരളത്തിൽ പ്രവർത്തിക്കുന്ന HLL ആ കമ്പനി സ്വകാര്യവൽക്കരിക്കുകയാണ്. ഇന്ത്യയിലെ സ്റ്റീൽ കമ്പനികൾ, പെട്രോളിയം കമ്പനികൾ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കെമിക്കൽസിന്റെ സ്ഥാപനങ്ങൾ, എല്ലാ ഖനികളും എല്ലാം സ്വകാര്യവൽക്കരിക്കുകയാണ്. വൻകിടക്കാരെ കൈവശമെത്തിക്കുകയാണ്. ഇതിനെതിരായി പ്രതിഷേധം സംഘടിപ്പിക്കുന്നവർക്ക് നേരെ കടുത്ത ആക്രമണമാണ്. ഇത് ശക്തിപ്പെട്ടു വരികയാണ്. കേന്ദ്ര നിയമം പാസ്സാക്കുക. എങ്ങനെയാ പാസ്സാക്കിയത്? ഇന്ത്യൻ പാർലമെന്റിൽ വിശദമായി ചർച്ച ചെയ്തിട്ടാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ കാതലായ വിഷയമല്ലേ അത്? ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ച നടത്താതെ അത് എളുപ്പത്തിൽ പാസ്സാക്കിയെടുത്തു. ആ ലേബർ കോഡ് ഉപയോഗിച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് നേരെയുള്ള ആക്രമണം ഇത് അവിടെ മാത്രം നിൽക്കാൻ വേണ്ടി പോകുന്നില്ല. എല്ലാ സ്വകാര്യ മേഖലകളിലേക്കും ഇത് വ്യാപിക്കുകയാണ്. പൊതുമേഖലയെ ഇത് പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കപ്പെടുകയാണ്. അവിടെയും തൊഴിലാളികൾക്ക് നേരെയുള്ള കടുത്ത നടപടികളിലേക്ക് പോവുകയാണ്. ഇങ്ങനെ വന്നാൽ എന്താകും സ്ഥിതി? ഇത് തൊഴിൽ മേഖലയിൽ പിരിച്ചുവിടുക, തൊഴിൽ സമയം വർദ്ധിപ്പിക്കുക, സ്ത്രീകൾക്ക് പ്രസവാനുകൂല്യം കൊടുക്കുന്നില്ല. തിങ്കളാഴ്ച രാവിലെ 7 മണിയോടെ ആരംഭിച്ച ഉപരോധത്തെ തുടർന്ന് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം പൂർണ്ണമായും തടസ്സപ്പെട്ടു. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, കർഷക ദ്രോഹ നയങ്ങൾ ഉപേക്ഷിക്കുക, തൊഴിലുറപ്പ് പദ്ധതിക്ക് ആവശ്യത്തിന് ഫണ്ട് അനുവദിക്കുക, വൈദ്യുതി ഭേദഗതി ബിൽ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് താവം ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി K. മനോഹരൻ, M.V. ജയരാജൻ, K. രാഗേഷ് തുടങ്ങി പ്രമുഖ നേതാക്കൾ സമരത്തിൽ പങ്കെടുത്തു.